ഹായ് എവ്രി വൺ, മിക്ക ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പൊടിക്കൈ വീഡിയോ ആണ് കേട്ടോ. ഞാൻ കുറച്ച് വീട്ടിലൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കാറുള്ള കുറച്ച് നാട്ടുവൈദ്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ചില അസുഖങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാവുന്ന ചില പൊടിക്കൈകൾ അതൊക്കെയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്ത് വെക്കാം, നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. അപ്പോൾ അസുഖം വരുമ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഓടേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത്. സ്ഥിരമായിട്ടുള്ള ഒരു മരുന്നല്ല, ഒരു ആശ്വാസത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ കൂടെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ സ്ഥിരം ഇങ്ങനെ ചെയ്യാറുണ്ട് എന്ന് മാത്രം. ആദ്യത്തേത് മഞ്ഞളെണ്ണയാണ്. മഞ്ഞൾ എന്തായാലും ആൻറ്റിസെപ്റ്റിക് ആണ്, നമ്മുടെ സ്കിന്നിനൊക്കെ ഭയങ്കര നല്ലതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഞാനിവിടെ സ്ഥിരമായിട്ട് മഞ്ഞളെണ്ണ ഉണ്ടാക്കി വെക്കാറുണ്ട്. എനിക്ക് ആക്ച്വലി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്. അവർ സ്ഥിരമായിട്ട് ഉണ്ടാക്കി വെക്കാറുണ്ട് എല്ലാവരും. അപ്പോൾ ഞാനും അത് പരീക്ഷിക്കാൻ തുടങ്ങി. കുറച്ച് നാളായിട്ടോ ഇവിടെ ചെയ്യാറുണ്ട് ഞാൻ. അപ്പം അതിന് ഞാൻ ചെന്നൈയിലാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് പോയി വരുമ്പോൾ നല്ല ഉണക്കമഞ്ഞൾ കൊണ്ടുവരും, എന്നിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കും. ഇതിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് ചെയ്തെടുത്തതാണ്. കുറച്ച് അധികം തന്നെ ഇങ്ങനെ പൊടിച്ചെടുക്കും. എന്നിട്ട് ഒരു വലിയ പാത്രത്തിൽ, ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ബോട്ടിലോ ഒക്കെ ഇട്ടിട്ട് വെച്ചിട്ട് നമ്മൾ സാധാരണ എന്ത് എണ്ണയാണോ നമ്മുടെ ശരീരത്തിലൊക്കെ തേക്കുന്നത് ആ എണ്ണ ഈ മഞ്ഞളിലേക്ക് ഒഴിച്ചു വെക്കും. ഒരു മാസത്തോളമൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചായിട്ട് ആ മഞ്ഞളിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുലുക്കി വെക്കണം. അപ്പോൾ മഞ്ഞളിൻ്റെ എഫക്റ്റ് മുഴുവൻ എണ്ണയിലേക്ക് ഇറങ്ങി നമ്മളുടെ എണ്ണയ്ക്ക് ഒരു മഞ്ഞ കളറും വരും. പിന്നെ അതിൻ്റെ ഗുണഗണങ്ങളൊക്കെ ആ എണ്ണയിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ സ്ഥിരമായിട്ട് ശരീരത്തിൽ തേക്കുന്ന എണ്ണയ്ക്ക് പകരമായിട്ട് നമ്മൾ ഇതാണ് ഉപയോഗിക്കാറ്. ഞാനും മോളും സ്ഥിരം ഇതാണ് ഉപയോഗിക്കാറ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നിറം വെക്കാനോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നിറം വെക്കാനൊന്നും വേണ്ടി ഒരു കാര്യവും ഞങ്ങൾ ചെയ്യാറില്ല. ഇത് ആൻറ്റിസെപ്റ്റിക് ആണ് മഞ്ഞൾ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ മുഖത്തോ ശരീരത്തിലൊക്കെ വരുന്ന പാടുകൾ, ചെറിയ ചൊറികൾ, അലർജി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ മുഖക്കുരുവൊക്കെ വന്നു പോയിട്ടുള്ള ചില പാടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറാൻ ഒക്കെ നല്ലതാണ്, വളരെ നല്ലതാണ്. ഇനി ഇത് നമ്മുടെ പനിക്കൂർക്കയാണ്. കഞ്ഞിക്കൂർക്ക എന്നൊക്കെ ഞങ്ങളുടെ ഭാഗത്തൊക്കെ പറയാം. പനിക്കൂർക്ക ഞാനിവിടെ ഫ്ലാറ്റിൽ ഒരു ചെറിയ 2 ചട്ടിയിൽ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിവിടെ സ്ഥിരമായിട്ട് വേണം, കാരണം മോൾക്കൊക്കെ കഫക്കെട്ട് വന്നാൽ എത്ര ആൻറ്റിബയോട്ടിക് കഴിച്ചാലും ഇതൊന്ന് കഴിച്ചില്ലെങ്കിൽ അവൾക്ക് മാറിപ്പോവില്ല എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കഫക്കെട്ടൊക്കെ വരുന്ന സമയത്ത് ഒരു 2 ദിവസം കൊടുക്കുന്ന ഒരു മരുന്നാണ്. ഇതിപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് കുറച്ചെടുത്തു എന്നേ ഉള്ളൂ. ഒരു കൈക്കുമ്പിൾ നിറയെ കഞ്ഞിക്കുറുക്കയുടെ ഇല എടുത്തിട്ട് അത് നന്നായി വാട്ടി, ഞാനിങ്ങനെ കത്തിയിൽ കോർത്ത് സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് വാട്ടാറ്. ഈ ഒരു ബൗളാണ് അവളുടെ കണക്ക്. ആ കുഞ്ഞു ബൗളിൽ ഫുള്ളായിട്ട് എടുക്കും. ഫുള്ളായിട്ട് എടുത്ത് അത് വാട്ടി പിഴിഞ്ഞ് നീരെടുക്കും. വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഈ പൊടിച്ച കൽക്കണ്ടവും കൂടി ചേർത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. കഫക്കെട്ട് വന്നാൽ ഇത് ഒരു 2 നേരം വെച്ചിട്ട് ഞാൻ 2 ദിവസം കൊടുത്താൽ തന്നെ അവൾക്ക് 3-ാമത്തെ ദിവസം തൊട്ട് കഫക്കെട്ടിന് നല്ല ആശ്വാസമായിരിക്കും. ഇതാണ് ഞങ്ങളുടെ പനിക്കൂർക്ക. ആകെ ഇത്രയേ ഉള്ളൂ. ഞാനത് വളരുന്നതിനനുസരിച്ച് ഓരോ ചട്ടിയിലേക്ക് മാറ്റി മാറ്റി മുറിച്ച് നട്ടു കൊടുക്കും കേട്ടോ. ഇനി നമ്മുടെ ഇത് ചുക്കുപൊടിയാണ്. ചുമയൊക്കെ വരുവാണെങ്കിൽ, അതുപോലെ കഫക്കെട്ടും പനിയൊക്കെ വന്നാലും ഇതിങ്ങനെ കഴിച്ചാൽ കഫം ഇറങ്ങിപ്പോവാൻ വളരെ നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിത് എന്താ ചെയ്യാന്ന് വെച്ചാൽ കുറച്ചൊരു കുപ്പിയിലാക്കിയിട്ട് പൊടിച്ചു വെക്കും. അധികം പൊടിച്ചു വെക്കില്ല, കാരണം വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അത് പൂത്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ ജാമിൻ്റെ കുപ്പിയിലോളം പൊടിച്ച് അവിടെ സൂക്ഷിച്ചു വെക്കും. അപ്പോൾ അസുഖം വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഓടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിനു വേണ്ടി ചുക്ക്, നല്ല ജീരകം, കൽക്കണ്ടം, കുരുമുളക്, ഇത്രയാണ് ചേർക്കേണ്ടത്. നല്ല ജീരകം എന്ന് വെച്ചാൽ പെരിഞ്ജീരകം അല്ല, ചെറിയ ജീരകമില്ലേ, അതാണ് കേട്ടോ വേണ്ടത്. കൽക്കണ്ടം അതുപോലെ ക്യൂബ്സ് ഉള്ള കൽക്കണ്ടം ഇടരുത്, അതിനൊരു ഗുണവും ഇല്ല. ഈ വലിയ കൽക്കണ്ടം കിട്ടുമല്ലോ, അതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചു വെക്കുക. ഇത് ഇടയ്ക്കിടയ്ക്കായിട്ട്, അതായത് ഓരോ നേരം 2 നേരം അങ്ങനെയല്ലാതെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വായിലിട്ട് ഇങ്ങനെ അലിയിച്ചു കൊടുത്താൽ ചുമയ്ക്ക് നല്ല ആശ്വാസമാണ്. അതുപോലെ കഫക്കെട്ട് കുറയാനും കഫം നന്നായി ഇളകി പോവാനായിട്ടും സാധിക്കും കേട്ടോ. ഇത് തന്നെയാണ് ഞാൻ ചുക്ക് കാപ്പിയിലേക്കും എടുക്കുന്നത് കേട്ടോ. ചുക്ക് കാപ്പിയുടെ പൗഡറൊക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ അതിനെക്കാട്ടിലും നല്ലത് നമ്മൾ ഒരു തവണയൊന്ന് പൊടിച്ചു വെച്ചാൽ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ 1 കപ്പ് കാപ്പിയിലേക്ക് ഞാൻ ഇത്രയും സ്പൂണിട്ട് നന്നായി ഇളക്കി കൊടുത്ത് തിളപ്പിക്കുക. ഇനി അതിൻ്റെ കൂടെ പനിക്കൂർക്കയുടെ ഇലയും കൂടി ഇടാറുണ്ട്. എന്നിട്ട് കുറച്ചധികം സമയം സിമ്മിലിട്ടിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി വരുന്നത് പോലെ നന്നായി തിളപ്പിച്ചെടുക്കുക. ഒരല്പം കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക.
പിന്നെ ഇനി കരിപ്പട്ടി ഉണ്ടെങ്കിൽ കരിപ്പട്ടിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ ശർക്കരയില്ലേ, കരിപ്പട്ടി ശർക്കര, അതും കൂടെ ചേർത്ത് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ. ഇത് പനിയൊക്കെ വരുമ്പോഴാണ് കൊടുക്കാറുള്ളത്. നല്ല എഫക്റ്റീവാണ്. 2 നേരമൊക്കെ കൊടുത്താൽ തന്നെ പനി കുറയും. പക്ഷെ ഇത് മാത്രം ആശ്രയിച്ചിരിക്കാനല്ല കേട്ടോ പറയുന്നത്. അസുഖം കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് മരുന്നുകളും ചെയ്യണം. അതിൻ്റെ കൂടെ പെട്ടെന്ന് നമുക്ക് ക്യൂർ ആവാൻ വേണ്ടി ഇങ്ങനത്തെ ഐഡിയാസും നല്ലതാണെന്ന് മാത്രം. ഇത് മുടിക്ക് താരനൊക്കെ വരുമ്പോഴേ മോൾക്ക് ചെയ്തു കൊടുക്കാറുള്ളതാണ് ഞാൻ. അവൾക്ക് മഞ്ഞുകാലമൊക്കെ വന്നാൽ നന്നായിട്ട് താരൻ പിടിക്കും. എണ്ണ ചൂടാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പാത്രം എടുക്കണം. അതിലേക്ക് നമ്മൾ എന്ത് എണ്ണയാണോ തലയിൽ തേക്കുന്നത് അത് എടുത്ത് തേക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് മാത്രം ഒന്ന് ചൂടാക്കാം. അതിലേക്ക് 2-3 ഡ്രോപ്സ് ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് താരനുള്ള ഭാഗത്ത് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്ത് കഴുകി കളയാം. ഇത് എനിക്കും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് സിസ്റ്റർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. ഇത് എഫക്റ്റീവാണ്. അപ്പോൾ താരനൊക്കെ പോകും.